ഹലോ ഫ്രണ്ട്സ്. എക്സാംസിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞ് ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാനൊരു വീഡിയോ ചെയ്യുകയാണ്. അത് വേറൊന്നുമല്ല, എ ഡേ ഇൻ മൈ ലൈഫ്. വീക്കെൻഡിൽ എൻ്റെ ഒരു ദിവസം എങ്ങനെയായിരിക്കും എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. എല്ലാ വീക്കെൻഡിലും വീട്ടിൽ പോകാറുണ്ടെങ്കിലും 2 ദിവസം മുമ്പാണ് ഞാൻ വീട്ടിൽ പോയി വന്നത്. അതുകൊണ്ട് ഈ വീക്കെൻഡ് എൻ്റെ ഹോസ്റ്റലിൽ നിന്നാവാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്രാവശ്യം വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് വൈകുന്നേരം വരെ ഞാൻ ഒറ്റയ്ക്കായിരിക്കും. അത് വേറൊന്നുമല്ല, എൻ്റെ റൂംമേറ്റ്സും എൻ്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സും കൂടി ഇന്ന് ഫിലിമിന് പോകുന്നുണ്ട്, കൽക്കി കാണാൻ. അപ്പോൾ റിലീസായതിൻ്റെ പിറ്റേന്ന് തന്നെ പോയി എൻ്റെ ഏച്ചിൻ്റെ കൂടെ കണ്ടതുകൊണ്ട് രണ്ടാമതൊരു വട്ടം കൂടി കാണാനുള്ള താല്പര്യമില്ലായിരുന്നു. പിന്നെ അത്യാവശ്യത്തിനധികം കുറച്ച് പണികൾ ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്രാവശ്യം അവരുടെ കൂടെ ജോയിൻ ചെയ്തില്ല. അപ്പോൾ രാവിലെ ഒരു 7 മണി 7:30 ആകുമ്പോഴേക്കും എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് ബെഡൊക്കെ റെഡിയാക്കി ഫ്രഷായി. അതുവരെ എത്ര നിർബന്ധിച്ചിട്ടും വരുന്നില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞ് ഞാൻ അവരിറങ്ങാൻ നോക്കുമ്പോൾ ഒന്ന് പതറിപ്പോയി. അവരുടെ കൂടെ പോയാൽ മതിയായിരുന്നു എന്നെൻ്റെ മനസ്സ് പറയാൻ തുടങ്ങി. പക്ഷേ ഞാൻ തളർന്നില്ല. ഞാൻ എൻ്റെ പ്ലാൻസും കെട്ടിപ്പിടിച്ചവിടെ ഇരുന്നു. അപ്പോഴേക്കും അവർ റെഡിയായി. അവർ പോയി. ഒരു 8:30 ആകുമ്പോഴേക്കും അവരിറങ്ങി. അതിനുശേഷം ഞാൻ ദൃഢമനസ്സോടെ എൻ്റെ പ്ലാൻസൊക്കെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് തന്നെ കുറച്ച് സൂക്ഷ്മ വ്യായാമങ്ങളൊക്കെ ചെയ്ത് 2-3 ആസനാസൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് കുറച്ച് ഡീപ്പ് ബ്രെത്തൊക്കെ എടുത്ത് കുറച്ച് മെഡിറ്റേഷനൊക്കെ ചെയ്യാനിരുന്നു. അപ്പോഴേക്കും തൻസീറായിട്ടും ചായ കൊണ്ടുത്തന്നു. അപ്പോൾ ഇന്നത്തെ ഫുഡ് ദോശയും ചട്നിയും സാമ്പാറും ആയിരുന്നു. പുതിയ ഹോസ്റ്റലിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഹോസ്റ്റലിൻ്റെ കൂടുതൽ വിശേഷം ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ സൗകര്യങ്ങളും ഭക്ഷണമൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ എക്സ്ട്രാ ഹാപ്പിയാണ്. അത് വേറൊരു കാര്യം. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ പഠിക്കാനിരുന്നു. കുറച്ചധികം നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനും പഠിക്കാനൊക്കെ പെൻഡിങ് ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു കുറേ. അതിനുശേഷം ഞാൻ ഇന്നലെ അലക്കി ആറിയിട്ട തുണി എടുക്കാൻ വേണ്ടി വെറുതെ ടെറസ് പോയി നോക്കുമ്പോൾ നല്ല വെയിൽ. ഞാൻ ഇട്ട തുണിയൊക്കെ ഉണങ്ങി. അപ്പോൾ പിന്നെ വിചാരിച്ചു എൻ്റെ റൂംമേറ്റിൻ്റെ കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു വാഷ് ചെയ്യാൻ. അപ്പോൾ വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ, അപ്പോൾ അവൾ വരുമ്പോഴേക്ക് ലേറ്റ് ആവും. അതുകൊണ്ട് വാഷ് ചെയ്യാനിട്ടു. വാഷ് ചെയ്യാനിട്ട് തിരിച്ചെത്തുമ്പോഴേക്കും ഇതാ ചോറ് റെഡി. നോക്കുമ്പോൾ എന്താ ഇന്ന് സ്പെഷ്യലാടോ. ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും പപ്പടവും അച്ചാറും. എന്താ വേണ്ടേ? അപ്പോഴേക്കൊരു ദീർഘശ്വാസമൊക്കെ വിട്ടു. പിന്നെ ഞാൻ ലേറ്റ് ആയില്ല. വേഗം തന്നെ കൈ കഴുകി ഭക്ഷണം കഴിക്കാനിരുന്നു. എൻ്റെ എക്സ്പ്രഷനിൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ടേസ്റ്റി ഫുഡാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. സത്യം പറയാലോ, ഒടുക്കത്തെ ടേസ്റ്റാണ്. ഞാൻ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ച് രണ്ടാമതും സെക്കൻഡ് റൗണ്ട് വാഷ് ചെയ്യാനിടാൻ വേണ്ടി വന്നപ്പോഴാണ് ഇതാ കറങ്ങുന്ന ഒരു സാധനം. അത് വേറെ ഒന്നുമല്ല കേട്ടോ, വിസ്മയ പാർക്കിൻ്റെ ആകാശത്തൊട്ടിലാണത്. അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ടെറസ് എന്നുള്ള വ്യൂ. അലക്കിയെല്ലാം കഴിഞ്ഞ് കുറച്ച് പഠിത്തമൊക്കെ കഴിഞ്ഞ് കാണുമ്പോഴിതാ വന്നു നമ്മുടെ ഫ്രണ്ട്സ്. വൈകുന്നേരം ആയി കേട്ടോ, ഒരു 5 മണി ആവാറായി. അപ്പോൾ അവർ വരുമ്പോൾ എനിക്ക് കുറച്ച് മാങ്ങയും വേഫർ റോളും പിന്നെ കുറച്ച് മൈസൂർ പാക്കൊക്കെ കൊണ്ടു തന്നു. ഞാൻ ഡബിൾ ഹാപ്പിയായി. അതിനുശേഷം ഷൈമേച്ചി നമുക്ക് കോയിക്കാല്, നിങ്ങൾ ഇതിനെന്താ പറയാമെന്ന് എനിക്കറിയില്ല, നമ്മുടെ ഇവിടെ കോയിക്കാല് എന്ന് ഇതിനെ പറയാം. അപ്പോൾ അതൊക്കെ കൊണ്ടു തന്നു. അതൊക്കെ കഴിച്ചു. അവർ ഔട്ടിങ്ങിന് പോയതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. നല്ല ചായയും കോയിക്കാലൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഷട്ടിൽ കളിക്കാൻ ഇറങ്ങി. ഇപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം ഉള്ള ഒരു പരിപാടിയാണ് ഷട്ടിൽ കളിക്കുക എന്നുള്ളത്. നല്ല ഫുഡായതുകൊണ്ട് തന്നെ തടി നന്നായിട്ട് വെക്കുന്നുണ്ട്. ഓൾറെഡി തടിച്ചിരിക്കുന്നു ഞാൻ. പിന്നെയും തടിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട്. അതുകൊണ്ട് ഷട്ടിൽ കളിക്കാൻ നിന്നു. ഷട്ടിലൊക്കെ കളിച്ച് കുറച്ച് ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്തു. അപ്പോഴേക്കും ഞാൻ നന്നായിട്ട് ടയേർഡായി, നന്നായിട്ട് സ്വെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു കുളി പാസ്സാക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് പോയി കുളിച്ച് വന്നു. അപ്പോൾ തന്നെ സമയം ഒരു 7:30 ആയി. ഇനി കുറേ പണി ബാക്കിയുണ്ട്, പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടായിട്ടില്ല. അത് കൂടാണ്ട് അസൈൻമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്തത് അസൈൻമെൻറ്റ് എഴുതാനിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വീഡിയോസ് ഇടാതിരിക്കാനുള്ള കാരണം മനഃപൂർവ്വമല്ല, ആഗ്രഹമുണ്ട്. പക്ഷേങ്കിൽ ഒട്ടും സമയം തികയുന്നുണ്ടായിട്ടില്ല.
ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും എഴുതാനും പെൻഡിങ് ഉണ്ട്. അസൈൻമെൻറ്റ്സ് ഉണ്ട്, റെക്കോർഡുണ്ട്, പ്രാക്ടിക്കൽ തുടങ്ങി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ബിസി ആയിപ്പോയതുകൊണ്ടാണ്. പിന്നെ രാത്രി ഇപ്രാവശ്യം ഭക്ഷണം കഴിച്ചില്ല, കാരണം ഉച്ചക്കത്തെ ഭക്ഷണം ഹെവി ആയിരുന്നല്ലോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇതാണ് എൻ്റെ വീക്കെൻഡിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.